ശ്രീ പി കെ നവാസ്, ഇവിടെ ബി ജെ പി എന്താണ് ക്രിസ്ത്യൻ സമൂഹവുമായി അടുത്തിടപഴകാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. തൃശ്ശൂർ അടക്കം അതിൻ്റെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങി എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. അത് അവർ എന്താണ് ആ ക്രൈസ്തവ നയതന്ത്രം കേക്കിൻ്റെ രൂപത്തിലും സ്നേഹ സന്ദർശനത്തിൻ്റെ രൂപത്തിലുമൊക്കെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഗോൾഡാക്കാനിലൊക്കെ പോയി ഇവരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവ വൈദികന്മാർ പ്രധാനമന്ത്രിയെ പോയി കാണുന്നുണ്ട്. ആ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ പാലം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കെ ബി ജെ പി നേതൃത്വത്തിൻ്റെ അറിവോടെ ഇത്തരമൊരു വൃത്തികെട്ട പണി, ഇത്തരമൊരു കേരള സമൂഹത്തിൽ കൽമഷം കലർത്താനുള്ള, വിഷം കലർത്താനുള്ള ഇത്തരത്തിലുള്ള ഒരു നീചപ്പണി VHP ചെയ്യും എന്ന് പ്രതീക്ഷിക്കണോ ശ്രീ പി കെ നവാസ്? ശ്രീ ആഷ്മി, ഈ സംഘപരിവാർ സംഘടനകൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ സമൂഹത്തോട് വെച്ച് പുലർത്തുന്ന സമീപനം എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം. നമ്മളെല്ലാവരും കുറേ വർഷങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കൾ. അതിൽ 3 പേർ, 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. നമ്മൾ നിരന്തരമായി പറഞ്ഞൊരു കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ഒരു സ്നേഹവും കാണിക്കാൻ അവർക്ക് സാധ്യമല്ല. സംഘപരിവാർ സംഘടനകൾക്ക് ഇവരുടെ ഈ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റം അവർക്ക് സാധ്യമാണോ? നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതിനപ്പുറത്തേക്ക് അവർ കാണിക്കുന്ന, നിങ്ങൾ പറഞ്ഞ കേക്കുമായി കൊണ്ടുപോകുന്നത്, ചർച്ച നടത്തുന്നത്, അതൊക്കെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാത്രമാണ്. അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഇലക്ഷൻ എക്സസൈസിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥം അവർക്കിടയിൽ ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, അവരുടെ പ്രവർത്തകരെ മുഴുവൻ ഈ ഒരു ചിന്താധാരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമാവുമോ? അവരെ പാർട്ടി ക്ലാസ്സുകളിൽ ഇങ്ങനെ എല്ലാ മതങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധ്യമാവുമോ? അത് സാധ്യമാകുമായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ അതേ പാർട്ടിയുടെ നേതാവ് പാർലമെന്റിനകത്ത് അംബേദ്കറിനെതിരെ സംസാരിക്കുമ്പോൾ അറിയാതെയെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്നുള്ള അംബേദ്കറിനോടുള്ള വിദ്വേഷങ്ങൾ പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ ഇത് ഇൻബിൽഡാണ്. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല. അതെങ്ങനെ അവർക്ക് സാധ്യമാവുക? അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇലക്ഷൻ എക്സസൈസിനെ ചൂണ്ടിക്കാണിച്ച്, ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ ചൂണ്ടിക്കാണിച്ച് ഇവർ ഇതിൽ നിന്നെല്ലാം വിമുക്തമായി എന്ന് കരുതരുത്. ഇത് ഇന്നുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇത് സംഘപരിവാർ സംഘടനകൾ കാലങ്ങളായി അവരുടെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ഒരു സമീപനമാണ്. അത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോട് അവരുടെ സമീപനം എന്ന രീതിയിൽ അവർ രേഖപ്പെടുത്തി വെച്ച സമീപനങ്ങളാണ്. ആ രേഖപ്പെടുത്തി വെച്ച പേജുകൾ നമ്മൾ നാളെയേറെയായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ എക്സസൈസിന്റെ ഭാഗമായി അവർ ചില ഓപ്പറേഷനുകൾ നടത്തുന്നു, ചില തരത്തിലുള്ള രമ്യതകളെ കൊണ്ട് അവർ ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുന്നുവോ, അത് നടക്കുന്നുവോ, ഞങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആത്മാർത്ഥതയില്ലാത്ത ഈ കപടമായ മുസ്ലിം സ്നേഹമായാലും ക്രിസ്ത്യൻ സ്നേഹമായാലും ന്യൂനപക്ഷ ബഹുമാനങ്ങളായാലും അത് ഈ കപടത നിറഞ്ഞതാകരുത്, തിരഞ്ഞെടുപ്പ് എക്സസൈസിന് മാത്രമുള്ളതാകരുത്. അടിമുടി തിരുത്താൻ സംഘപരിവാർ തയ്യാറാവുകയും അവർ രാജ്യത്തിന്റെ ജനാധിപത്യ ചേരിയോടൊപ്പം, ജനാധിപത്യ ബോധത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യണം എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഹാഷ്മി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, സംഘപരിവാറും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ ഏറെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ ഒരു പണി ചെയ്യുമോ എന്നതാണ് ചോദ്യം. വളരെ പ്രസക്തമാണ്, രാഷ്ട്രീയമായി വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എല്ലാ RSSകാരനെയും എല്ലാ സംഘപരിവാറുകാരനെയും നമ്മൾ ഈ തിരഞ്ഞെടുപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന സ്വകാര്യതയിൽ വായിക്കുന്ന പുസ്തകങ്ങളിലെ പേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ പ്രാക്ടിക്കലായി സമൂഹത്തിനിടയിൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നത് ഇവർക്ക് കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. അമിത്ഷായിൽ നിന്ന് പുറത്തു വന്നത് അതാണ്, നമ്മൾ പാർലമെന്റിനകത്ത് കണ്ടതാണ്. അതുകൊണ്ട് ഒരു സംഘപരിവാറിന്റെ സാധാരണ പ്രവർത്തകനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വീഴ്ച മാത്രമായി ഇതിനെ കണ്ടുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല. ഇത് പ്രത്യയശാസ്ത്രപരമായ സംഘപരിവാറിന്റെ ഒരു പ്രതിസന്ധിയാണ്. അത് തിരുത്താൻ അവർ തയ്യാറാകാതെ തിരഞ്ഞെടുപ്പ് എക്സസൈസുകൾ കൊണ്ട് ഈ വിഷയത്തെ മറികടന്നു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ, ഞാൻ ശിവരാജ്